ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റെയിൻബോ മിറർ. ഇന്ന് ഞാൻ വന്നേക്കുന്ന ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ്. ഇപ്പം വളരെയേറെ ലേറ്റസ്റ്റ് ആയിട്ട് ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന സ്കൾപ്ഡ് നെക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഫോൾഡഡ് സൈഡ് ഇവിടെയും ഓപ്പൺ സൈഡ് ഇവിടെയാണ്. ആദ്യം ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി ഫോൾഡഡ് സൈഡിൽ നിന്ന് കഴുത്തകലാണ് ആദ്യം അടയാളപ്പെടുത്തുന്നത്. 4 ഇഞ്ച് കഴുത്തകല അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇനി കഴുത്തകറക്കം തയ്യൽ തുമ്പോട് കൂടി 5.5 അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ആ താഴ്ഭാഗത്തും ആ കഴുത്തകല അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ബോക്സ് പോലെ വരച്ചെടുക്കാം. ഇനി ഇതിപ്പം ഇവിടെ നിന്ന് 1/2 ഇഞ്ച് താത്തി നമുക്ക് ഇവിടെ വരച്ചു കൊടുക്കാം. ഇവിടുന്ന് എന്നിട്ട് ആ 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തതിൽ നിന്ന് ഈ എഡ്ജിലേക്ക് ഒരു ക്രോസ് വര ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾ ഇവിടെ വേണം നെക്ക് ഡിസൈൻ അടയാളപ്പെടുത്തി കൊടുക്കാനേ. ഇനിയിപ്പം ഈ വരയിൽ കൂടെ നമുക്ക് വരച്ചെടുക്കാം. വരച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ ഇതുപോലൊരു അളവിൽ ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടാൻ, ഒരേ ലെവലിൽ കിട്ടാൻ വേണ്ടി ഇങ്ങനൊരു ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് വരയ്ക്കാമെങ്കിൽ അങ്ങനെയും വരയ്ക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലെ ഒരു കുപ്പിയുടെ അടപ്പെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് ഒരേ ലെവലിൽ വരച്ച് കൊടുത്താൽ മതിയേ. അപ്പം ഞാനതങ്ങനെ ഒരളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് അവിടെ നമുക്ക് വരച്ച് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഇഞ്ച് മാറ്റി അടയാളപ്പെടുത്തി കൊടുത്തിട്ട് അവിടെ നിന്ന് ചെരിച്ചൊരു ലെവൽ ചെയ്തൊരു വരയും കൂടി ഇട്ട് കൊടുക്കാം. അവിടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാവേ. ആദ്യം ഒന്ന് ലെവൽ ചെയ്ത ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. ഇതിപ്പം ഞാൻ തുണിയിൽ തേച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ഇതിൻ്റെ അരികൊന്ന് ഇങ്ങനെ മടക്കി അടിച്ചു കൊടുക്കുക. ഇനി ടോപ്പിന് വേണ്ടി കട്ട് ചെയ്ത് വെച്ച മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. അതിന് നല്ല വശം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് വെച്ചടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതടിച്ച് മറിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ നെക്കിൻ്റെ സെൻട്രൽ ഭാഗം ഒന്ന് മാറിപ്പോതിരിക്കാനൊന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മെറ്റീരിയലും അത് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇങ്ങനെ വെച്ച് മറിച്ചാണ് അടിക്കുന്നത്. അപ്പം നമ്മൾ ഡയറക്റ്റ് അടിക്കാൻ പറ്റുന്നവർക്ക് ഇങ്ങനെ അടിച്ചു കൊടുക്കാം. അപ്പം ഇത് തെന്നിയൊന്ന് പോകാതിരിക്കാൻ ഞാൻ ഇത് കറക്റ്റ് ഒന്ന് വെച്ച് സെൻട്രൽ ഭാഗത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതവിടെ നിന്ന് മാറൂല കേട്ടോ. ഇനി പതിയെ സൂക്ഷിച്ച് ഈ ക്യാൻവാസിൽ പെടാതെ തുണിയിലേക്ക് പതിയെ അടിച്ചെടുക്കാവേ.
ഇതിപ്പോൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത നൂല് കട്ടാവാതെ വേണം കട്ട് ചെയ്തെടുക്കാനേ. ഇനി ഈ ഭാഗത്ത് ഇങ്ങനെയുള്ള ഭാഗത്ത് കട്ടിങ് ഇട്ട് കൊടുക്കുക. അപ്പോഴേ നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ ഒരു ഫിനിഷിങ്ങിൽ കിട്ടുള്ളേ. നൂല് കട്ട് ചെയ്യാതെ വേണം നിങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കാനേ. സൂക്ഷിച്ച് കട്ട് ചെയ്യാം. ഇനി ഇതിലും കൂടെ ചെറിയ ചെറിയ കട്ടുകൾ കൊടുക്കുക. ഇനി മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇത് ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ നെക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാനൊരു ക്യാൻവാസ് പേപ്പർ, വൈറ്റ് ക്യാൻവാസ് പേപ്പർ വെച്ച് കാണിച്ചു കേട്ടോ, നല്ല രീതിയിൽ മനസ്സിലാവാനായിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് നെക്ക് ഉണ്ടാവുക. ഇനി ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ പതിച്ചടിക്കുകയും കൂടെ ചെയ്യണേ. ഞാനിപ്പോൾ ചെയ്തെടുത്തേക്കുന്ന സ്ലിറ്റഡ് കുർത്തിക്കാണ്. നിങ്ങൾക്ക് ഏത് തരം കുർത്തിക്ക് വേണേലും ഇത് ചെയ്തെടുക്കാം. ഏലയും കുർത്തിക്കോ ഫ്രോക്കിനോ ഏതിനു വേണേലും ഈ തരം സ്കാൽപ്പ് നെക്ക് ചെയ്തെടുക്കാവുന്നുള്ളൂ കേട്ടോ. ഈസിയാണേ. ഇപ്പോൾ വളരെയേറെ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്കാൽപ്പ് നെക്ക് ആണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള യൂസ്ഫുള്ളായ വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ വെച്ചാലും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.